ഭർത്താവിന്റെ ചരമവാർഷിക ദിനത്തിൽ വീഡിയോ കോളിൽ വിളിച്ച് കരഞ്ഞതിനും അത് ഓൺലൈൻ മീഡിയയെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് പുറത്തുവിട്ടതിനും വലിയ രീതിയിലുള്ള വിമർശനം ഇന്നലെ മുതൽ രേണുസുധിക്ക് ലഭിക്കുന്നുണ്ട്. കരച്ചിൽ നാടകമെന്നാണ് വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. ആരെ കാണിക്കാനാണ് അഭിനയിക്കുന്നതെന്നും പ്രഹസനമാണെന്ന് മനസ്സിലാക്കിയെന്ന തരത്തിലും കമന്റുകളുണ്ടായിരുന്നു. വർക്കിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബഹറിലാണ് രേണുസുധി. ഇപ്പോഴിതാ വീഡിയോ കോൾ വിളിച്ച് കരഞ്ഞതിന് പിന്നിലെ കാരണം പുതിയ വീഡിയോയിലൂടെ രേണു വ്യക്തമാക്കി. എപ്പോഴും കരഞ്ഞിരിക്കാനാവില്ലെന്നും തന്റെ സന്തോഷത്തിനായി ഇനിയും റീല് ചെയ്യുമെന്നും രേണുസുധി പറയുന്നു. രേണുവിന്റെ വാക്കുകളിലൂടെ തുടർന്ന് കേൾക്കാം. ഇന്നലെ കരച്ചിൽ, ഇന്ന് കൂത്ത് അല്ലെങ്കിൽ ഡാൻസ് ശരിയാണ്. എന്നും നമുക്ക് കരഞ്ഞിരിക്കാൻ പറ്റില്ല. എന്നും കരഞ്ഞുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തു നിന്നും നഷ്ടമായേനെ. പൊരുതി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ കളിയാക്കി പറഞ്ഞോളൂ, എനിക്കതൊന്നും വിഷമമില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നലെ കരഞ്ഞതിനെ കുറിച്ച്. ശരിയാണ്, ജൂൺ 5-ന് ഞാൻ കരഞ്ഞു. കാരണം ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. വീഡിയോ കോൾ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വിഷമം കരഞ്ഞ് ഞാൻ തീർത്തു എന്ന് കരുതി 3 വർഷം മുമ്പുള്ള ജൂൺ 5 മുതൽ ഇന്ന് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നിരുന്നെങ്കിൽ മക്കളെ ഞാൻ വീട്ടിലിരുന്ന് കരയത്തേയുള്ളൂ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കൊരു മകനുണ്ട്, മക്കളുണ്ട്, കുഞ്ഞുമോനുണ്ട്, വീട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചിരിച്ചേ പറ്റത്തുള്ളൂ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ചിരിക്കും, ഇനിയും ചിരിക്കും. എൻ്റെ സന്തോഷത്തിന് വേണ്ടി റീലും ചെയ്യും എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി. രേണു ഇല്ലാതിരുന്നതിനാൽ സുധിയുടെ ആത്മാവിന് വേണ്ട പ്രാർത്ഥന ചടങ്ങുകൾ കുടുംബമാണ് നടത്തിയത്. പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് സുധിലയം പണിയാനായി സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പായിരുന്നു. സുധിയുടെ മൂത്ത മകൻ കിച്ചു പ്രാർത്ഥനകളിലൊന്നും പങ്കെടുക്കാനെത്തിയില്ല. കൊല്ലത്ത് അച്ഛൻ്റെ തറവാട്ട് വീട്ടിൽ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ കിച്ചു ചെയ്തു. രേണുവിൻ്റെ വിശദീകരണ വീഡിയോ വന്നതോടെ ആരാധകരെന്ന് അവകാശപ്പെടുന്നവർ പിന്തുണച്ചെത്തി. ചേച്ചി ആരും പറയുന്നതും കേൾക്കേണ്ടതില്ല. ചേച്ചിയുടെ മനസ്സ് എന്തു പറയുന്നു അത് ചെയ്യൂ. രേണുവിൻ്റെ കുടുംബത്തെ നോക്കി ജീവിക്കാൻ നോക്കൂ. പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ. ചിരിക്കണം. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെയാണ് രേണു.